വെരി ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇന്നത്തെ മോർണിംഗ് വാക്കിന് ഏറെ പ്രത്യേകതകളുണ്ട്. ഒരുപക്ഷെ ആദ്യ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലായി കാണും. ഒരു ക്രിസ്മസിന്റെ തലേദിവസമാണ്, നാളെ ക്രിസ്മസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ഡിസംബർ 24 ചൊവ്വാഴ്ചയാണ്. മലയാള വർഷം നോക്കുകയാണെങ്കിൽ കൊല്ലവർഷം 1200. ധനു എത്രയെന്ന് ധനു 9. അപ്പോൾ പറഞ്ഞു വന്നത് ക്രിസ്മസിന്റെ ഒരു മൂഡിലാണ് നമ്മൾ ഇന്ന് മോർണിംഗ് വാക്കിന് ഇറങ്ങിയിരിക്കുന്നത്. ആദ്യം പറയേണ്ടത് ഈ സ്ഥലത്തെ കുറിച്ചാണ് അല്ലേ? എന്നാലും ആ മനോഹരമായ ആകാശ ദൃശ്യങ്ങൾ, കാരണം എനിക്ക് തോന്നുന്നു രാവിലെ തന്നെ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ആകാശ ദൃശ്യങ്ങൾ കാണിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്ക് ഇത് എവിടെയാണെന്ന് മനസ്സിലായി കാണും. നമ്മൾ നിൽക്കുന്നത് ഇടപ്പള്ളി സെയിന്റ് ജോർജ് ഫെറോന ചർച്ചിലാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയാണ്. ചരിത്ര പ്രസിദ്ധമായ ഒരു പള്ളി മാത്രമല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നാണ്. എവിടെ പോയി കഴിഞ്ഞാൽ ഇടപ്പള്ളി എന്ന പേരിൽ തന്നെ ഉണ്ട് ആ പള്ളി അല്ലേ? 2 പള്ളികളുണ്ട് ഈ കോമ്പൗണ്ടിൽ. ഒന്ന് അതിപുരാതനമായ പള്ളിയാണ്, അതിനുശേഷം നവീകരിച്ച പള്ളി അപ്പുറത്തെ സൈഡിൽ കാണാം. അപ്പൊ പോകെ പോകെ നമ്മൾ ഈ പള്ളി, അതിന്റെ കാഴ്ചകൾ, മനോഹരമായ ക്രിസ്മസ് ദൃശ്യങ്ങൾ, ക്രിസ്മസിന്റെ ആ ഒരു സന്ദേശമുണ്ടല്ലോ, സഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ആ സന്ദേശം, അതാണ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ക്രിസ്മസിന്റെ മൂഡിലായതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ക്രിസ്മസ് വേഷത്തിലാണ് അല്ലേ? 2 പാപ്പമാരായോ നമ്മള്? ഏതാണ്ട് ഏറെക്കുറെ. അപ്പൊ അതൊക്കെയാണ് പ്രായമുള്ളതുകൊണ്ട് പ്രജൻ പടി പിടിച്ചിട്ടുണ്ട്. സത്യാവസ്ഥ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ എന്തായാലും പള്ളിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ, നല്ല ദീപാലങ്കാരം. എല്ലാ വർഷവും ഇടപ്പള്ളി പള്ളിയിൽ ഇതുപോലെ ക്രിസ്മസിന്റെ സമയത്ത് ദീപാലങ്കാരം ഉണ്ടാവാറുണ്ട്. അത് കാണാൻ ഒരുപാട് ജനങ്ങൾ, അത് ഈ പറയുന്ന പോലെ മതങ്ങളുടെ ഒന്നും ഒരു വ്യത്യാസമില്ലാതെ, ജാതി മതഭേദങ്ങളില്ലാതെ ഇവിടേക്ക് എത്താറുണ്ട് വലിയ ജനക്കൂട്ടം. ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇവിടെ വലിയ ജനക്കൂട്ടം ഉണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും ആൾക്കാർ ആസ്വദിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ ഈ ദീപാലങ്കാരം. അത് പ്രേക്ഷകരെ ഒന്ന് കാണിക്കാനാണ് ഇന്ന് ഈ ആകാശ ദൃശ്യങ്ങളടക്കം നമ്മൾ മോർണിംഗ് വാക്കിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ വാർത്തകൾ മാറ്റിവെക്കുന്നില്ല, വാർത്തകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട വാർത്തകളാണ് ആദ്യം നോക്കുക. യെസ്, അപ്പോൾ മോർണിംഗ് വാക്ക് നമ്മൾ തുടങ്ങിയാണ്. നേരത്തെ പ്രേക്ഷകരോട് പറഞ്ഞു കഴിഞ്ഞു. വൈകി വന്ന പ്രേക്ഷകർക്കായി പറയുകയാണ്, ഈ ക്രിസ്മസിന്റെ തലേ ദിവസം നമ്മൾ മോർണിംഗ് വാക്കിനായി എത്തിയിട്ടുള്ളത് കൊച്ചിയിലെ പ്രധാന ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നായിട്ടുള്ള ഇടപ്പള്ളി പള്ളിയിലാണ്. പള്ളിക്ക് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ പള്ളി അങ്കണത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. മാത്രമല്ല, ഈ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് കാണാം മനോഹരമായ ഈ പള്ളിയുടെ ദീപാലങ്കാരം. അത് പ്രേക്ഷകരെ കാണിക്കുക ഈ മോർണിംഗ് വാക്കിൽ തന്നെ എന്ന് നമ്മളൊരു ആഗ്രഹമായിരുന്നു. സാധാരണയായിട്ട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ ഹോളിവുഡ് സിനിമകളിലൊക്കെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ദീപാലങ്കാരങ്ങൾ കാണുന്നത്. പക്ഷെ അതും ഇപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിലും മത്സരിച്ചിട്ടാണ്. സാന്റാക്ലോസ് ഉണ്ടാവും, റെയിൻഡിയേഴ്സ് ഉണ്ടാവും, ക്രിസ്മസ് ബെൽസ് ഉണ്ടാവും, ക്രിസ്മസ് ട്രീസ് ഉണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും ഈ ദീപാലങ്കാരത്തിന്റെ ഭാഗമായുണ്ട്. അപ്പൊ പല രൂപങ്ങളും അതിന്റെ ഭാഗമായിട്ടുണ്ട്. അതെല്ലാം ഈ പറയുന്ന പോലെ LED ലൈറ്റും ഒക്കെ വെച്ചാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഒരു ആർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആസ്വദിക്കുക എന്ന് പറയുന്നത് തന്നെ ഇവിടെ ഓരോരുത്തരുടെയും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. അത് പ്രേക്ഷകരിലും എത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിറകിൽ നമുക്ക് കാണാം ഈ പുതിയ പള്ളിയും പഴയ പള്ളിയും ഒക്കെ ഇവിടെയുണ്ട്. ഏതാണ്ട് നേരത്തെ ക്രിസ്ത്യൻ ചേച്ചി പറഞ്ഞതുപോലെ ഏതാണ്ട് 14 നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള, അതായത് 1080 ഈ പള്ളി പണി കഴിപ്പിച്ചു എന്നാണ് പറയുന്നത്. വിശുദ്ധ ഗീവർഗീസിന്റെ പേരിലുള്ള പള്ളി കൂടിയാണ് എന്നറിയുക. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ പ്രശസ്തമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നാണ്. ഇവിടെ ഈ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ നടക്കുമ്പോൾ കോഴി നേർച്ചയുണ്ട്. അപ്പോൾ ലോകത്തിന്റെ തന്നെ നാനാഭാഗത്തു നിന്നും ആ സമയമാവുമ്പോൾ ഇവിടെ ആൾക്കാർ വന്നപ്പോൾ ആ സമയത്ത് ഇവിടെയൊക്കെ അടുപ്പുകൾ കൂട്ടിയിരിക്കുന്ന നമുക്ക് കാണാം. ആ കോഴിയാണ് ഇവിടുത്തെ ഒരു നേർച്ച, സ്പെഷ്യൽ നേർച്ച എന്ന് പറയുന്നത്. മാത്രമല്ല, ഇപ്പൊ ഇടപ്പള്ളി എന്നുള്ള പേര്, ഇപ്പൊ നമ്മളെ വടക്കോട്ടൊക്കെയുള്ള സ്ഥലങ്ങളിൽ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഈ മയിൽക്കുറ്റികളിൽ ഈ പേര് കാണി, കൊച്ചി എന്നല്ല ഉണ്ടാവുക, എറണാകുളം എന്നല്ല ഉണ്ടാവുക, ഇടപ്പള്ളി എന്നുണ്ടാവുക. പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം ആയതുകൊണ്ട് തന്നെ നമ്മൾ അന്നേ ഇത് എവിടെയാണ് ഇടപ്പള്ളി എന്ന് തോന്നാറുണ്ട് ചെറുപ്പത്തിലൊക്കെ. മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇടപ്പള്ളി, അത് പറവൂർ പള്ളിക്കും നമ്മുടെ സുന്നഹദോസ് നടന്ന ഉദയംപേരൂർ പള്ളിക്കും ഇടയിലുള്ള പള്ളി എന്നുള്ള രീതിയിലാണ് ഇടപ്പള്ളി എന്ന് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെയാണ് പള്ളിയുടെ ചരിത്രം. പ്രേക്ഷകർക്ക് പറയുന്ന കാര്യമാണ്. എന്തായാലും മനോഹരമായ അലങ്കരിച്ചിരിക്കുന്ന ഈ പള്ളിയിൽ നിന്നാണ് ഇന്നത്തെ മോർണിംഗ് വാക്ക് നമ്മൾ നടത്തുന്നത്. നടന്നുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കാം. ആദ്യ വാർത്തയിലേക്ക് നമുക്ക് പോവാം. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ കർശന നടപടിക്ക് ആരോഗ്യവകുപ്പ് ഒരുങ്ങുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അനധികൃതമായി പണം കൈപ്പറ്റിയവരിൽ നിന്ന് 18% പലിശ സഹിതം ഈ പണം തിരിച്ചുപിടിക്കാൻ നിർദ്ദേശം വന്നിട്ടുണ്ട്. അനധികൃതമായി പെൻഷൻ വാങ്ങിയ 373 പേരുടെ പട്ടിക 24-ന് ലഭിച്ചിട്ടുണ്ട്.
MG പ്രതീഷാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. പ്രതീഷ്, വെരി 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 ഗുഡ് മോർണിംഗ് ആൻഡ് മെറി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ഈ ക്ഷേമ പെൻഷൻ വിഷയത്തിൽ ഏറ്റവും അധികം ജീവനക്കാർ ആരോഗ്യവകുപ്പിൽ നിന്ന് തന്നെയാണെന്ന് ആ പട്ടിക വ്യക്തമാക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏത് രീതിയിലുള്ള നടപടി, ഈ 18% പലിശ അടക്കം അത് തിരിച്ചു പിടിക്കുന്നു, അതോടൊപ്പം തന്നെ അവർക്കൊരു മോറൽ ഇഫക്റ്റ്, ഒരു ധാർമ്മികമായ ഒരു ഇമ്പാക്റ്റ് കൂടെ അവിടെ ഉണ്ടാകണമല്ലോ. മേലാൽ ഇത് ഒരു വകുപ്പിലും ഒരു ഡിപ്പാർട്ട്മെന്റുകളിലും ആവർത്തിക്കാൻ പാടില്ല. അപ്പോൾ അതിന് എന്തൊക്കെ നടപടികളാകുക സ്വീകരിക്കുക? ക്രിസ്റ്റീന, പ്രജിൻ, വെരി ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് വലിയ ചർച്ചയായ, വലിയ വിവാദമായ വിഷയമായിരുന്നു അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയത്, അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് എന്നത് വലിയ ചർച്ചയായിരുന്നു. ഇതിൽ 1458 പേരുടെ പട്ടികയാണ് സർക്കാർ തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഏറ്റവും കൂടുതൽ അനർഹർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ളത് ആരോഗ്യ വകുപ്പിലാണ്. അതും 373 പേരാണ് അനധികൃതമായി ആരോഗ്യ വകുപ്പിൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ളത്. ഇതിലാണ് ഇപ്പോൾ ഒരു ശക്തമായ നടപടിയിലേക്ക്, അല്ലെങ്കിൽ ഒരു കർശന നടപടിയിലേക്ക് ആരോഗ്യ വകുപ്പ് കടന്നിട്ടുള്ളത്. അനധികൃതമായ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവരിൽ നിന്ന് 18% പലിശ സഹിതം തിരിച്ചു പിടിക്കാനാണ് നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയിരിക്കുന്നു. ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. ഇവരിൽ നിന്ന് കൃത്യമായി പണം പലിശ സഹിതം തിരിച്ചു പിടിക്കണം എന്നതാണ് നിർദ്ദേശം. ഈ 373 പേരുടെ പട്ടിക കൂടി ഇപ്പോൾ 24 പുറത്തുവിടുകയാണ്. ഇതിൽ 373 പേരുടെ പേരുകളുണ്ട്. ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരാണ്. ഇതിൽ നഴ്സിംഗ് അസിസ്റ്റന്റുമാർ, ഒപ്പം അറ്റൻഡർ, പാർട്ട് ടൈം സ്വീപ്പർ, ക്ലർക്ക്, ടൈപ്പിസ്റ്റ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്നിങ്ങനെയുള്ള കാറ്റഗറിയിൽ ജോലി ചെയ്യുന്നവരാണ് അനധികൃതമായി പെൻഷൻ വാങ്ങിയത്. ഇവരുടെ പേരുവിവരങ്ങൾ അടക്കം പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഇവരിൽ നിന്ന് 18% പലിശ സഹിതം തിരിച്ചുപിടിക്കാൻ ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സർക്കാരിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു വിഷയം കൂടിയായിരുന്നു ഇത്തരത്തിൽ അനർഹമായ ക്ഷേമ പെൻഷൻ സർക്കാർ സർവീസിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇവർ വാങ്ങിക്കൂട്ടിയത്. എന്തായാലും മറ്റു വകുപ്പുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നടപടി തുടങ്ങിയിരുന്നു. പൊതുഭരണ വകുപ്പിൽ പിരിച്ചുവിടാനായിരുന്നു നിർദ്ദേശം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ ആരോഗ്യ വകുപ്പിലും നടപടി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതിന്റെ തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നതാണ് ആരോഗ്യ വകുപ്പ് അറിയിക്കുന്നത്. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയ 373 പട്ടിക അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുകയും ചെയ്തത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. ഇന്നലെ ഏതാണ്ട് ഒരു 8 മണി കഴിഞ്ഞ സമയത്താണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അത് കാരവാനിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നുള്ള വാർത്തയായിരുന്നു. അതിലെ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. 2 മൃതദേഹങ്ങൾ അത് ആരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചെറുപുഴ സ്വദേശിയായ ഒരു ജോയൽ, മറ്റൊന്ന് വണ്ടൂർ സ്വദേശി മനോജ്. ഇവരുടെ മൃതദേഹമാണ് കാരവാനകത്ത് കണ്ടെത്തിയത്. പക്ഷേ എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നൊക്കെയുള്ളൊരു അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. സമീർ, വെരി ഗുഡ് മോർണിംഗ്, മെറി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. നമ്മൾ ഈ പ്രകാശത്തിൻ്റെ ഇടയ്ക്കും ചിലപ്പോൾ ഇരുട്ടുള്ള ചില വാർത്തകൾ പറയേണ്ടതായിട്ട് വരും. അത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരാനുള്ളത്? അത് ഏത് രീതിയിലാണ് അന്വേഷണം നടക്കുക? ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന. വളരെ ദാരുണമായ, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ രാത്രി പുറത്തു വന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഈ വാഹനം ഇങ്ങനെ കിടക്കുന്നതായിക്കൊണ്ട് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതേ തുടർന്ന് നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. അങ്ങനെ ഈ കാരവാൻ പരിശോധിച്ചപ്പോഴാണ് അതിനകത്ത് 2 മൃതദേഹങ്ങൾ ഉണ്ട് എന്ന കാര്യം കണ്ടെത്തിയത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയിൽ ആ വ്യക്തികൾ ആരൊക്കെയാണ് എന്നത് തിരിച്ചറിയാൻ കഴിഞ്ഞു. മലപ്പുറം വണ്ടൂർ സ്വദേശിയായിട്ടുള്ള മനോജ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ഉള്ള മറ്റൊരു വ്യക്തി കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ജോയലുമാണ്. ഈ 2 പേരുടെ മൃതദേഹമാണ് ഉള്ളത്. ഒരു മൃതദേഹം ഈ വാഹനത്തിൻ്റെ പടിയിൽ കയറി വരുന്ന ഭാഗത്തും മറ്റൊരാളുടെ മൃതദേഹമുള്ളത് വാഹനത്തിൻ്റെ പിൻഭാഗത്തുമാണ്. ഇത്തരം ഒരു സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. അതിലിപ്പോൾ പ്രാഥമികമായിട്ടുള്ള നിഗമനം, AC ഇട്ട് ഈ 2 പേരും യാത്രാക്ഷീണത്തിനിടയിൽ ഇവിടെ വാഹനം ഒതുക്കി AC ഇട്ട് ഉറങ്ങിയതാവാം. തുടർന്ന് അതിൻ്റെ ഗ്യാസ് ലീക്കായി അങ്ങനെ വിഷപ്പുക ശ്വസിച്ചാകാം മരണം സംഭവിച്ചത് എന്നുള്ള ഒരു സംശയമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. അത്തരമൊരു പ്രാഥമിക നിഗമനമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതുമായി ഈ സംഭവം അറിഞ്ഞതിന് ശേഷം അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. മനോജിൻ്റെ ബന്ധുക്കളും അതുപോലെ തന്നെ ജോയലിൻ്റെ ബന്ധുക്കളുമൊക്കെ വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് എത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് മനോജിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അതുപോലെ തന്നെ കാസർഗോഡ് നിന്നാണ് ജോയലിൻ്റെ കുടുംബാംഗങ്ങളുമൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. എന്തായാലും നമുക്കിപ്പം ഇപ്പോൾ മനോജിൻ്റെ ഭാര്യയുടെ സഹോദരനാണ് പ്രജീഷ് നമുക്കൊപ്പം ചേരുകയാണ്. എപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്? 9 മണിയൊക്കെ ഉണ്ടാവും വൈകിട്ട്.
ഇവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വിളിച്ചപ്പോഴാണ് അറിഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങളിവിടെ പോന്നു. 1 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തി. മനോജ് സ്ഥിരമായിട്ട് ഈ വാഹനത്തിൽ ഡ്രൈവറായിട്ട് പോകുന്ന ആളാണ്? അത് കുറേ വാഹനങ്ങളുണ്ട്, അതിൽ മാറി മാറി പോകുന്ന ആളാണ്. എന്നാണ് അവസാനം വീട്ടിൽ നിന്ന് പോകുന്നത്? 10-15 ദിവസമായിട്ടുണ്ടാവും. ഈ പൊന്നാനിയിലെ കാരവാൻ ടൂറിസം കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്? അതെ, അവിടെ എന്തോ സ്കൂളിലെ ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു കല്യാണ പാർട്ടിയെ കൊണ്ടുപോയി തിരിച്ച് വരുന്ന വഴിയാണെന്നാണ് ഇപ്പോൾ പോലീസ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. വിളിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ വിളിച്ചിട്ട് കിട്ടാതെ എപ്പോഴാണ് പിന്നെ തുടരെ വിളിച്ചപ്പോൾ ഇവിടുത്തെ പോലീസുകാർ തിരിച്ച് പോലെ പോകണമെന്ന് വിളിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത്. മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അതായത് ഇപ്പം കൂടെയുള്ള ആളുകൾ, അദ്ദേഹം ഒരു കാസർഗോഡ് സ്വദേശിയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ തലശ്ശേരിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഇങ്ങനെ വാഹനം ഒതുക്കി കടന്നാകാം എന്നുള്ളതാണ്. അപ്പോൾ AC അതിൻ്റെ ഗ്യാസ് ലീക്ക് ആയതാവാം എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ള നിഗമനമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നമ്മളോട് അങ്ങനെ തന്നെയാണെന്ന് സൂചന വന്നത്. അങ്ങനത്തെ ആവുമെന്നാണ് പോലീസിൻ്റെ നിഗമനം എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ബാക്കിയൊക്കെ ഇനിയിപ്പോൾ തുടരന്വേഷണത്തിലേ അറിയുള്ളൂ. വളരെ ഞെട്ടിപ്പിക്കുന്ന, വ്യഥയിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ രാത്രിയോടുകൂടെ പുറത്തു വന്നത്. അതിൻ്റെ ആ ഒരു ഞെട്ടിൽ തന്നെയാണ് നാട്ടുകാരുമൊക്കെ ഉള്ളത്. ഈ സംഭവം അറിഞ്ഞതു മുതൽ നിരവധി പേരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ വളരെ പുലർച്ചെ പോലും ഇവിടേക്ക് ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. നാട്ടുകാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഇന്നലെ നിങ്ങൾ ഈ വാഹനം കാണുമ്പോൾ തന്നെ, ഇപ്പോൾ 2 ദിവസമായിട്ട് ഈ വാഹനം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരുന്നല്ലേ? മെനഞ്ഞാന്ന് രാത്രി എന്നാണ് പറയുന്നത്. ഇവിടെ ഡ്രൈവർമാരൊക്കെ ഒരുപാട് ഉള്ള സ്ഥലമാണ്, വണ്ടിയൊക്കെ ഇവിടെ ഉള്ള. അപ്പോൾ അവർ വണ്ടി രാവിലെ തൊട്ടാണ് കാണാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത് ഇന്നലെ. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞ് നമ്മളിവിടെ തന്നെ അടുത്തുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കയറാൻ വണ്ടി കാണുമ്പോൾ നമ്മളെ സിനിമ ഫീൽഡിൽ ആരെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ ഷൂട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വന്നു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ രാത്രിയാണ് അറിയുന്നത് ഇങ്ങനെ 2 ആൾ ഇതിൽ മരണപ്പെട്ടിട്ടുണ്ടെന്നും. അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ഒരു ബോഡി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പോലീസുകാർ തുറന്നു നോക്കുമ്പോൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാളെ കണ്ടിട്ടില്ല, മറ്റേ ആളെ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഒരാൾ കയറി ആ സ്റ്റെപ്പിൻ്റെ ഭാഗത്താണ് അവിടെയുള്ള ഒരു മലന്ന് കിടക്കുന്ന രീതിയിലാണ് കണ്ടത്. മറ്റേ ആളെ കണ്ടിട്ടില്ല. പിന്നെ അങ്ങോട്ട് അപ്പോൾ പോലീസുകാർ എല്ലാം കെട്ടി ഇതാകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ്. ബാക്കി കൂടുതലൊന്നും അറിയില്ല. പ്രജിൻ, ക്രിസ്റ്റീന, ഇതാണ് കാര്യങ്ങൾ. വളരെ ഒരു വലിയ ആശങ്കയോട് കൂടെ തന്നെയാണ് നാട്ടുകാരെല്ലാം തന്നെ ഉള്ളത്. നമുക്കിപ്പം ഇപ്പോൾ കാസർഗോഡ് നിന്ന് ജോയലിൻ്റെ ബന്ധുക്കൾ കൂടി, ജോയലിൻ്റെ സുഹൃത്തുക്കൾ കൂടി എത്തിയിട്ടുണ്ട്. എപ്പോഴാണ് വിവരം അറിഞ്ഞത്? എപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്? ഇന്നലെ രാത്രിയിൽ ഒരു 11:30 ആയപ്പം കോൾ വന്നു. അപ്പോൾ ഇങ്ങനെ ന്യൂസിലൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഞാനും ഫ്രണ്ട്സും കൂടി ഇങ്ങോട്ട് വന്നു. അപ്പോൾ നമ്മൾ 2:30 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. ജോയൽ എന്നാണ് വീട്ടിൽ നിന്ന് അവസാനമായിട്ട് പോകുന്നത്? ബ്രോ, ഇപ്പോൾ ഞാനൊന്നും പറയാനുള്ളൊരു സിറ്റുവേഷനിലല്ല. നേരെ പറയാം. പ്രജിൻ, ക്രിസ്റ്റീന വലിയ സങ്കടത്തിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉള്ളത്. വീട്ടിൽ നിന്ന് ജോലിക്ക് ഇങ്ങനെ പോകുന്നതാണ് അവർ 2 പേരും. അതിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വടകര പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സംഭവം അറിഞ്ഞത് മുതൽ ശരി സമീർ, എന്തായാലും ദുരൂഹമായി തന്നെ ഈ സംഭവങ്ങളുണ്ട്. അതിലെന്താണ്, എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഈ AC ഇട്ട് അതിനകത്ത് കഴിയുകയായിരുന്നു ഇവർ. ഒരു യാത്രയ്ക്ക് ശേഷം ആ സമയത്ത് വിഷവാതകം ഉണ്ടായി, അത് ശ്വസിച്ചാണ് മരണം എന്നൊരു പ്രാഥമിക നിഗമനം മാത്രമാണ്. അതിൽ ഗൗരവമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. അതിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുക. എന്തായാലും പൊന്നാനിയിൽ രജിസ്റ്റർ ചെയ്തൊരു വാഹനമാണ് എന്നതിനോടകം കണ്ടിട്ടുണ്ട്. നാസർ എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു ഫ്രണ്ട് ലൈൻ എന്ന് പറയുന്ന ഒരു ഹോളിഡേ സ്ഥാപനത്തിലാണ് ഈ പറയുന്നത് പോലെ ഈ വാഹനം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ വരേണ്ടിയിരിക്കുന്നു. കമന്റ് ബോക്സിൽ നമ്മുടെ പ്രേക്ഷകർ പതിവ് പോലെ ഹാജരായിട്ടുണ്ട്. ഞാനൊരു കമന്റ് ബോക്സിന് പുറത്ത് വന്ന ഒരു കമന്റ് പറയട്ടെ. അതായത് നമ്മുടെ ഈ മോർണിംഗ് വോക്ക് എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിക്കുക. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇതിൽ നിന്നുള്ള റീലുകളൊക്കെ കട്ട് ചെയ്തിടും. അപ്പോൾ നിങ്ങൾക്കത് വീണ്ടും കാണാവുന്നതാണ്. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ എസ്കോബാർ എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന് ഒരാൾ നമ്മൾ ഇൻട്രോ പറയുന്ന ഒരു റീലിന് താഴെ ഇരിക്കുക, ഡിങ്കുവും മിങ്കുവും ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്ന് നമ്മളായിട്ട് തന്നെ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രേക്ഷകർക്ക്, അല്ലേ? വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകരുടെ കമന്റ് എല്ലാവരും ഹാപ്പി ക്രിസ്മസ് പറയുന്നുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും മെറി ക്രിസ്മസ് ഇൻ അഡ്വാൻസ് പറയുന്നു. സാബു വർഗീസ്, സബീന, സബിത, ഉണ്ണി കുമാർ, ഹംസ, തവനൂർ, ഷൈനി ചിത്ര, ബീന ജയ്, ചേച്ചി മാത്രമല്ല നമ്മുടെ ഷീന MK പറയുന്നു എന്റെ ബർത്ത്ഡേ ആണ്, ഹാപ്പി ബർത്ത്ഡേ. മിനി ചേച്ചി പറയുന്നു മകളെ പോലെ കാണുന്ന നന്ദനക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, ഹാപ്പി ബർത്ത്ഡേ ടു നന്ദനക്കുട്ടി ആൻഡ് ഷീജ MK. യെസ്, അങ്ങനെ ഒരുപാട് കമന്റുകളുണ്ട്.
മലബാർ വാലി അതിൻ്റെ മറ്റൊരു കാര്യം പറയുന്നു. എല്ലാ വർഷവും ഡിസംബർ 24 ഇന്ത്യ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നുണ്ട്. 1986 ഈ ദിനത്തിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. അതുകൊണ്ടാണ് അത് ആ ദിനമായി ആചരിക്കുന്നത് എന്നാണ് മലബാർ വാലി പറയുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണാം, വളരെ മനോഹരമായ ഈ ഇതിൻ്റെ ദീപാലങ്കാരത്തിൻ്റെ മറ്റൊരു ആംഗിളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ക്യാമറ ടീം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അരുൺ എഴുപുന്നയും നമ്മുടെ രാഹുൽ VS-ഉം അനു എഴുപുന്നയും ഒക്കെ ചേർന്നാണ് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൊരു അപൂർവതയുണ്ട്, അതുകൊണ്ട് പ്രേക്ഷകരോട് പറയട്ടെ. അതായത് എനിക്ക് തോന്നുന്നു മാധ്യമ ചരിത്രത്തിൽ അപൂർവമായിട്ട് നമുക്ക് രാഹുൽ സുദേവും ബ്രദറും ഉണ്ട്, അതേപോലെ തന്നെ അരുൺ എഴുപുന്നയും അനു V. നായർ, അവർ രണ്ടുപേരും ബ്രദേഴ്സാണ്. നമ്മുടെ രാഹുലിനെയൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവര് രണ്ടുപേരും കൂടെ ചേർന്നാണ്, ഒരാൾ ആകാശ ദൃശ്യങ്ങൾ പകർത്തുന്നു, ഒരാൾ ഭൂമിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നു. അതോടൊപ്പം നമുക്ക് ഡയസും വിവേകും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇന്നുണ്ട് ഈ ക്രിസ്മസിന്റെ തലേ ദിവസം. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോയാലോ? പെട്ടെന്ന് കട്ടപ്പനയിൽ നിന്നുള്ള ഒരു അപ്ഡേറ്റിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്, അല്ലേ? അതെ. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ മരണത്തിൽ ആരോപണ വിധേയർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താതെ അന്വേഷണ സംഘം സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടിയുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. എന്നാൽ കട്ടപ്പന റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാരുടെയും CPIM ജില്ലാ കമ്മിറ്റി അംഗം VR സജിയുടെയും മൊഴിയെടുപ്പ് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. മാത്രവുമല്ല, സൊസൈറ്റിയിലെ CCTV മൊഴിയും പരിശോധിച്ച ശേഷമാണ് കൂടുതൽ വകുപ്പുകൾ ഇതിൽ ചുമത്തുക. സൊസൈറ്റി ജീവനക്കാർക്കെതിരായ ആരോപണങ്ങൾ പരിശോധിക്കാൻ ഇന്ന് ഭരണസമിതി ബോർഡ് മീറ്റിംഗ് ചേരുന്നുണ്ട്. സംഭവത്തിൽ BJPയും കോൺഗ്രസും പ്രതിഷേധം ശക്തമാക്കാനാണ് നിലവിലെ തീരുമാനം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, ഇന്നലെ രാത്രിയിലുണ്ടായ മറ്റൊരു സംഭവമാണ്. കൊച്ചി നമ്മുടെ ഓഫീസിൻ്റെയൊക്കെ തൊട്ടടുത്തുള്ളൊരു കോളേജാണ് തൃക്കാക്കര KM കോളേജ്. അവിടെ NCC ക്യാമ്പ് നടക്കുന്നുണ്ട്. മറ്റ് സ്കൂളിലുള്ള കുട്ടികളാണ് അവിടെ ക്യാമ്പ് ചെയ്യുന്നത്. അവിടെ ഭക്ഷ്യവിഷബാധയേറ്റു എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. നിരവധി വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. മാതാപിതാക്കളും നാട്ടുകാരും കോളേജിന് മുന്നിൽ പ്രതിഷേധിച്ചു. NCCയിലെ സൈനിക അധ്യാപകരിൽ നിന്ന് തങ്ങൾക്ക് മർദ്ദനം നേരിട്ടതായി ഒരു വിഭാഗം കുട്ടികളും ആരോപിച്ചു. NCC 21 കേരള ബറ്റാലിയൻ ക്യാമ്പിലാണ് സംഭവം. തിങ്കളാഴ്ച ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. വൈകിട്ടോടെ പലരും തളർന്നു വീണു. തലകറക്കവും തളർച്ചയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് 72 കുട്ടികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. ഭക്ഷ്യവിഷബാധ എന്ന സംശയം ഫലപ്പെട്ടു. കുട്ടികൾ കുടിക്കാൻ ഉപയോഗിച്ചത് കോളേജ് വളപ്പിൽ തന്നെയുള്ള കിണറിലെ വെള്ളമാണ്. ഉച്ചഭക്ഷണത്തിന് കഴിച്ച സാമ്പാറിൽ നിന്നാകാം രോഗം പടർന്നതെന്നും സംശയമുയർന്നു. അഴുക്കുചാലിന് സമീപത്ത് വെച്ച് തന്നെയായിരുന്നു ഭക്ഷണം തയ്യാറാക്കിയിരുന്നത്. കളമശ്ശേരിയിലും തൃക്കാക്കരയിലുമായി മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവം. കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ ആശങ്കയോടെ മാതാപിതാക്കൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി KM കോളേജിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലും എത്തി. കുട്ടിക്ക് വയ്യാന്ന് മാത്രമേ അറിയുള്ളൂ, അല്ലാതെ ഭക്ഷണത്തിന്റെ മോശമായിരിക്കണമല്ലോ, അല്ലാതെ എങ്ങനെ വരണത്? ഇത് പറയേണ്ടത് അവരാണ്. നമുക്കറിയില്ല എന്താണ് കഴിച്ചതെന്നും എന്താ കൊടുത്തതെന്നും പറയേണ്ടത് അവരാണ്. ഭക്ഷണം നല്ലതല്ലായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട് കുട്ടികൾ. ഭക്ഷ്യവിഷബാധ എന്നതിന് പുറമെ മറ്റു ചില സംശയങ്ങളിലേക്ക് കൂടി വഴിവെക്കുന്ന സാഹചര്യങ്ങളായിരുന്നു പിന്നീടുണ്ടായത്. കുട്ടികളെ കാണാതെ പരിഭ്രാന്തരായ രക്ഷിതാക്കൾ ഗേറ്റ് തള്ളി തുറന്ന് കോളേജിലേക്ക് ഇടിച്ചു കയറി. കോളേജ് കെട്ടിടത്തിൽ നിന്ന് കുട്ടികളെ വിളിച്ചിറക്കി. ക്യാമ്പിനുള്ളിൽ കുട്ടികൾക്ക് മർദ്ദനമേറ്റുവെന്ന ആരോപണവും ഉയർന്നു. ഹോസ്പിറ്റലിൽ പോകാൻ കുറേ നേരം 3 പ്രാവശ്യം അവന്മാർ ലിഫ്റ്റ് ഇറങ്ങി താഴെ വന്നു. അവന്മാരെ കണ്ടീഷൻ വളരെയധികം ബാഡായിരുന്നു. എന്നിട്ടും അവർ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടില്ല. ഛർദിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിള്ളേർക്ക് തളർന്നോണ്. വെള്ളമൊന്നും കുടിക്കാത്തോണ്ടാന്ന് പിള്ളേർ. ഇവിടെ ആരോട് ചോദിച്ചാൽ ഇവിടെ ഇല്ല, കുടിക്കാൻ വെള്ളം കൂടെ പിള്ളേർക്ക് കൊടുക്കുന്നില്ല. പിന്നെ അവിടെ NCC ഇവിടെ നടത്തുന്നപ്പോ NCC എന്തിനാണ് നടത്തുന്നത്? ഒരു കുന്തമില്ല അവിടെ. അതിനിടെ പുറത്തുനിന്നും വന്ന SFI നേതാക്കൾ പ്രശ്നം കൂടുതൽ ഗുരുതരമാക്കി. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ഭാഗ്യലക്ഷ്മി പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന മുറികളിലേക്ക് കയറിച്ചെന്ന് ലൈംഗിക ചുവയോടെ സംസാരിച്ചതായി വിദ്യാർത്ഥിനികളും ആരോപിച്ചു. ഇതേ തുടർന്ന് വിദ്യാർത്ഥിനികളും SFI നേതാക്കളും തമ്മിൽ തർക്കമായി. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് NCC അധികൃതർ അറിയിച്ചു. ആരോഗ്യവകുപ്പ് അധികൃതർ ഭക്ഷണത്തിന്റെയും കുടിവെള്ളത്തിന്റെയും സാമ്പിളുകൾ ശേഖരിച്ചു. ചികിത്സയിലുള്ള കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഈ മാസം 29 വരെ തുടരേണ്ടിയിരുന്ന ക്യാമ്പ് പിരിച്ചുവിട്ടു. 24 കൊച്ചി.
യെസ്, എന്തായാലും ക്യാമ്പ് ഇതിനോടും പിരിച്ചുവിട്ടിട്ടുണ്ട്. ചെറിയ വിവാദം ആ കോളേജിൽ ആ ക്യാമ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത, അല്ലേ? അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഈ അവധിക്കാലത്ത് നടക്കുന്ന ക്യാമ്പുകളിലൊക്കെ ഭക്ഷ്യ സുരക്ഷയടക്കം ഉറപ്പുവരുത്തേണ്ടത്. അവിടെ ഈ ഭക്ഷ്യവിഷബാധയേറ്റുള്ള സംശയം മാത്രമല്ല, അവിടെ ഈ SFI സംഘടനയുടെ ഇടപെടലിൽ തന്നെ മറ്റൊരു വിവാദം വന്നിട്ടുമുണ്ട്. അപ്പോൾ അതിൽ എന്താണ്, അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. ഇപ്പം SFIയിലെ അവിടെ പോയ നേതാക്കളൊക്കെ തന്നെ അത്തരം കാര്യങ്ങൾ നിഷേധിക്കുന്നുണ്ട്. വിവരങ്ങളിലൊന്നും അങ്ങനെ ഈ പറയുന്ന ആരോപണങ്ങളിൽ ഒന്നിലും കഴമ്പില്ല. മാത്രമല്ല, തങ്ങളവിടെ എന്താണ് പ്രശ്നമെന്ന് അറിഞ്ഞ് വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ പോയതാണെന്നൊക്കെയുള്ള വിശദീകരണം അവരുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. പക്ഷേ കുട്ടികൾ പറയുന്നു അല്ല, മോശമായി സംസാരിച്ചിട്ടുണ്ട് നേതാക്കൾ, SFI നേതാക്കൾ എന്ന് പറയുന്നുണ്ട്. അതിലൊക്കെ ഒരു വ്യക്തത ഇന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്, അല്ലേ? അതെ, നമുക്ക് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അച്ചു ഹർഷ്, സീന മുഹമ്മദ്, ഡിങ്കൻ, ബീന ജയ്, മെറി ക്രിസ്മസ് ടു ഓൾ മൈ ഫ്രണ്ട്സ് എന്ന് പറയുന്നു. റീന സതീശന്റെ കമന്റ് ഉണ്ട്. ക്രിസ്മസ് ആഘോഷം ഉണ്ട് നൈറ്റിൽ, കാരൽ ഡാൻസ്, ചക്കയാർകൂത്ത്, അങ്ങനെ എല്ലാം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കും സന്തോഷം. അരുൺ ജി മുട്ടട, കുറെ നാളായല്ലോ അരുൺ ജി മുട്ടടയെ കണ്ടിട്ട്. പുനഃപ്രവയലാർ സമരനായകരിൽ പ്രമുഖനും മുൻ MP-യും മുൻ മാരാരിക്കുളം MLA-യും ജനയുഗം പത്രത്തിന്റെ MD-യും CPM സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന സഖാവ് S. കുമാറിന്റെ 33ാം ചരമവാർഷികമാണ് എന്ന് പ്രണാമം പറയുന്നു. മിനി ചേച്ചി പറയുന്നു, പ്രജിൻ ഇന്ന് പപ്പാജിയുടെ വേഷത്തിൽ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുന്നു. അത് ഇപ്പോഴത്തെ കമന്റാണ്. തൊട്ട് മുമ്പ് ക്രിസ്റ്റീന സൂപ്പർ ആയിട്ടുണ്ട് എന്ന കമന്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറെ നാളിന് ശേഷം നമ്മുടെ ഷഫീർ മണ്ണാർക്കാട് ഹാജരായിട്ടുണ്ട്. സുനീഷ് വലിയ വീട്ടിൽ, പ്രജിൻ വെള്ള താടിയും വെക്കാമായിരുന്നുവെങ്കിൽ പൊളിച്ചേനെ. അടിപൊളി. നമ്മുടെ സുരേന്ദ്രകുമാർ PM, ജനാർദ്ദനൻ നായർ, വിനോദ് നായർ. അപ്പോൾ അതിഗംഭീരമാണ് ഈ വിഷ്വൽസ് എന്നാണ് സുരേന്ദ്രകുമാർ നായർ പറയുന്നത്. ഈ സ്ഥലം എവിടെയാണ്? ഞാൻ ഇപ്പോൾ വന്നതല്ലോ, ലേറ്റ് ആയല്ലേ. ഇതാണ് ഇടപ്പള്ളി, എറണാകുളം ഇടപ്പള്ളി സെയിന്റ് ജോർജ് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഈ പുതിയ പള്ളിക്ക് മുന്നിലാണ്. ഇവിടെ വലിയൊരു LED സ്ക്രീൻ നമ്മുടെ ക്യാമറ ടീം അത് ഒരുപക്ഷെ കാണുന്നുണ്ടോ? നമുക്ക് പ്രേക്ഷകർക്ക് അതൊന്നുകൂടെ കാണിച്ചു കൊടുക്കാം. ഈ വലിയൊരു LED വാൾ ഉണ്ട് അവിടെ. സാന്റ റെയിൻഡിയറുകൾ ഓടിക്കുന്ന വാഹനത്തിൽ നമുക്ക് ജിംഗിൾ ബെൽ സോങ്ങിലെയൊക്കെ ആ ഒരു വിഷ്വൽസ് ആണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ജിംഗിൾ ബെൽസ് ജിംഗിൾ ബെൽസ് ജിംഗിൾ ഓൾ ദ വേ, oh what fun it is to ride in a one horse open sleigh, hey jingle bells jingle all the way, oh what fun it is to ride in a one horse open sleigh. ക്രിസ്റ്റീന ചെറിയാൻ മികച്ച ഒരു കാരൽ ഗായികയാണ് എന്ന കാര്യം എത്ര പ്രേക്ഷകർക്ക് അറിയാം? ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ അമൽ റോയ് പറയുന്നു ശ്യാം റെഡിയാണ് നമ്മുടെ മുൻപ് പറഞ്ഞ വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ട്. ശ്യാം, ഇതിനോട് തന്നെ പ്രേക്ഷകർ പലരും ചോദിക്കുന്നുണ്ട്, ഈ ആശുപത്രിയിലുള്ള കുട്ടികളുടെയൊക്കെ ആരോഗ്യനില എന്താണ് എന്ന് ആദ്യം അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇതിൽ SFI ഇടപെട്ട ശേഷം ഉണ്ടായ വിവാദം അതെന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ തൃക്കാക്കര KM കോളേജിൽ സംഭവിച്ചത്? ശ്യാം, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന. ഇന്നലെ NCCയുടെ ക്യാമ്പ് ഈ മാസം 20-ാം തീയതി മുതൽ കോളേജിൽ നടന്നു വരുന്നുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം ആദ്യം 2-3 കുട്ടികൾക്ക് ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇതാദ്യം അവഗണിക്കപ്പെട്ടു. പിന്നീട് വൈകുന്നേരം രാത്രി 8 മണിയോട് കൂടിയിട്ടാണ് നിരവധി കുട്ടികൾക്ക്, അതായത് 10-ലധികം കുട്ടികൾക്ക് ഛർദിയും വയറിളക്കവും തലകറക്കവും അടക്കമുള്ള ലക്ഷണങ്ങളുണ്ടായത്. ഇതോടെയാണ് ഇവരെ സമീപത്തുള്ള B&B ആശുപത്രിയിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും എത്തിക്കുന്നത്. അങ്ങനെ വിദ്യാർത്ഥികളെ എത്തിക്കാൻ തുടങ്ങിയപ്പോൾ ക്യാമ്പിൽ കൂട്ടമായി തന്നെ രോഗലക്ഷണങ്ങളുള്ള കുട്ടികളുടെ എണ്ണം കൂടി വരുന്നുണ്ടായിരുന്നു. ആദ്യം 30 കുട്ടികളെത്തി, പിന്നീട് അത് 50-ആയി, പിന്നീട് അത് 73-ലേക്ക് എത്തുകയും ചെയ്തു. ഇതോടുകൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അധികൃതർ മറ്റ് ആശുപത്രികൾക്ക് ഒരു മുന്നറിയിപ്പ് സന്ദേശം നൽകുകയും ചെയ്തു. കാരണം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെടാവുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി, കാരണം ക്യാമ്പിൽ 600 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 80% 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളായിരുന്നു. ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങളാണ് കുട്ടികൾക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത് വ്യക്തമായത്. ഇതോടുകൂടി ചികിത്സകൾ ആരംഭിച്ചു. രാത്രിയിൽ തന്നെ ഡോക്ടർമാരെ കൂടുതലായി വിളിച്ചു വരുത്തി. നിലവിൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി ചില കുട്ടികൾ രക്ഷിതാക്കളോടൊപ്പം ഇന്ന് പുലർച്ചെയും ഇന്നലെ രാത്രിയുമായി വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. കടുത്ത ശാരീരിക അവശതകളുള്ള കുട്ടികളെ ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിന് പുറമെ B&B എന്ന് പറയുന്ന സ്വകാര്യ ആശുപത്രിയിലും സൺറൈസ് ആശുപത്രിയിലുമാണ് കുട്ടികൾ ചികിത്സയിലുള്ളത്. ഏതായാലും കുട്ടികളുടെ ആരോഗ്യനില നിലവിൽ
തൃപ്തികരമാണ് എന്നുള്ള ഒരു ആശ്വാസ വാർത്ത ഈ പ്രഭാതത്തിൽ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഭക്ഷ്യവിഷബാധ ഇത്രയുമധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട വസ്തുതയാണ്. ഈ വിവരങ്ങൾ അധികൃതർ ആദ്യഘട്ടത്തിൽ മൂടിവെച്ചത് ഇന്നലെ രാത്രി സംഘർഷങ്ങൾക്ക് കാരണമാക്കിയിരുന്നു. അതിനിടെ നേരത്തെ പ്രജിൻ പറഞ്ഞ പോലെ ഒരു SFIയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ വനിതാ നേതാവിൻ്റെ ഇടപെടൽ ചില പ്രശ്നങ്ങൾക്കിടയാക്കി. പിന്നീട് അവർ തന്നെ താൻ കുട്ടികളോട് മോശമായി പെരുമാറിയിട്ടില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ഒരു ശ്രമവും നടത്തിയിരുന്നു. ഏതായാലും കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്, മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏതായാലും നിലവിൽ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് DMO അടക്കമുള്ള ഉദ്യോഗസ്ഥർ ചോദിച്ച റിപ്പോർട്ട് നൽകപ്പെടും. ക്യാമ്പ് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ശരി ശ്യാം, എന്തായാലും ആ റിപ്പോർട്ട് വരുമ്പോഴാണ് എന്താണ് സംഭവിച്ചത്, അതിലെങ്ങനെയാണ് അധികൃതർ ഇടപെട്ടിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുക. നമ്മുടെ ചില പ്രേക്ഷകരും പറയുന്നുണ്ട് കുട്ടികളുടെ ആരോഗ്യനില മെച്ചപ്പെടട്ടെ, അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ ശ്യാം റിപ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ജോർജ് തോമസ് മെറി ക്രിസ്മസ് പറയുന്നുണ്ട്. റഷീദായെ നമ്മുടെ രവികുമാർ PB ചോദിക്കുന്നു, ഈ പാവപ്പെട്ടവനെ ഇപ്പോൾ കാണുന്നില്ല. പാവപ്പെട്ടവനല്ലല്ലോ ചേട്ടൻ, റിച്ച് അല്ലേ? അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയത് കാര്യം കാരൽ സിംഗറായ ക്രിസ്റ്റീന ചെറിയാനെ കുറിച്ചാണ്. അതിനെക്കുറിച്ചൊന്ന് പറയൂ, കാരണം ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. എന്റെ കൂടെ നിന്നിട്ടാണ് പാട്ട് പാടുന്നത്. അങ്ങനെയൊന്നുമല്ല, ക്രിസ്റ്റീന ചെറിയൻ മികച്ചൊരു ഗായികയാണ്. കാരൽ ടീമിൽ, അത് എനിക്ക് തോന്നുന്നു സ്കൂൾ കാലം തൊട്ട് ചർച്ചിലെ കാരൽ ടീമിൽ അംഗമായിരുന്നു. അത് നമ്മുടെ ഒരു ദൈനംദിന ജീവിതശൈലിയുടെ ഒരു ഭാഗമായിരുന്നു. കാരണം നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിലെ ക്വയറിന്റെ ഭാഗമാകുമ്പോൾ, ഞാൻ ഈ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മെമ്പർ ആയിരുന്നു. അപ്പോൾ CSI, അപ്പോൾ നമ്മൾ അവിടെ ക്വയറിനൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ചർച്ചുകളാണ്. അപ്പോൾ ഈ ക്രിസ്മസ് പരീക്ഷയൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല. ഞങ്ങൾ ഏത് ക്ലാസ്സിലാണെങ്കിലും, അത് 10ാം ക്ലാസ് ആയാലും പ്രീ ഡിഗ്രി ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും നമുക്ക് കാരൽ പ്രാക്ടീസ് ആണ് അതിന്റെ. അപ്പോൾ പ്രാക്ടീസ് ഒക്കെ ഒരുപാട് ചെയ്ത ആളാണെന്ന കാര്യം വലിയ പുള്ളിയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരല്ലോ, പാട്ട് കേൾക്കണല്ലോ. അപ്പൊ ഒരു ചെറിയ ഇടവേള, അത് കഴിഞ്ഞു വരുമ്പോൾ വാർത്തകൾ ഉണ്ടാവും. മാത്രമല്ല ക്രിസ്റ്റീന ചെറിയന്റെ ഒരു മികച്ച ഒരു നല്ല കാരൽ ഗാനവും നമുക്ക് കേൾക്കാം. അപ്പൊ ക്രിസ്റ്റീന ചെറിയ അപ്രത്യക്ഷ